വിജയകുമാർ തുടരുന്നുണ്ട്. വിജയകുമാർ, ഇനി ഇപ്പോൾ ദൗത്യസംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളെ മറുകരയിലേക്ക് എത്തിക്കുകയാണ്. ഇന്നത്തെ ദൗത്യം, ഈ മേഖലയിലെ ദൗത്യം അതതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു എന്നാണോ നമ്മൾ പറയേണ്ടത് വിജയകുമാർ? അതായത് നമുക്ക് ഇതുവരെ ലഭ്യമായ വിവരം അനുസരിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും കൂടുതൽ തെരച്ചിൽ സാധ്യമല്ല. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം മഴ അതിശക്തമാണ്, നല്ല നീരൊഴുക്കുണ്ട് പുഴയിൽ. അപ്പോൾ അധിക സമയം ഇനിയിപ്പോൾ ഈ ദൗത്യത്തിനായി അങ്ങേക്കരയിലേക്ക് പോയ ആളുകൾക്ക് അവിടെ തുടരാൻ കഴിയില്ല. അവരൊക്കെ ഇപ്പോൾ തിരികെ വന്നിട്ടുണ്ട്. അവരെ ആ പുഴ കടത്തുന്ന, കുറച്ച് സാഹസികമായി തന്നെ എന്ന് പറയാം, പുഴ കടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ഏതാണ്ട് ഒരു അരമണിക്കൂറായി നീരൊഴുക്ക് വർദ്ധിച്ചിട്ടില്ല, അതങ്ങനെ തന്നെ തുടരുകയാണ് പുഴയിൽ. അതുകൊണ്ട് ഇതൊരു അനുകൂല സമയമാണ്. അപ്പോൾ ഈ ആളുകളെയൊക്കെ ഇപ്പുറത്ത് എത്തിക്കാൻ കഴിയും എന്ന് വേണം വിലയിരുത്താൻ. മറ്റൊന്ന്, ഇനി എന്ത് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ നാളെ രാവിലെയോടുകൂടി ഇവിടുന്ന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു വലിയ JCBയും മറ്റൊരു വലിയ വാഹനവും, ഒരു വോൾവോയുടെ ഒരു വലിയ യന്ത്രവും മണ്ണ് നീക്കുന്നതിനായി പുഴ കടന്ന് അങ്ങേക്കരയിലേക്ക് പോയത്. അത് ഇനിയിപ്പോൾ അടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ നാളെയൊക്കെ അത് അവിടെ ദൗത്യത്തിന് ഉപയോഗിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. അതായിരിക്കും നാളെ ഇനി അവിടുത്തെ ദൗത്യത്തിൽ നിർണായകമാകാൻ പോകുന്നത്. അത് മണ്ണ് നീക്കം ചെയ്ത് വിശദമായ പരിശോധന നടത്താൻ തയ്യാറെടുത്താണ് ആ സംഘം അങ്ങോട്ട് പോയത്. ഒരുപക്ഷെ അവിടെ തന്നെ തുടരുമെന്ന് കരുതാം. അതാണ് നാളെ നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട തെരച്ചിൽ. ഈ ദുരന്ത അല്ലെങ്കിൽ ആ ദുരന്ത ബാധിത മേഖലയിലേക്ക് പോയ കൂടുതൽ ആളുകൾ ഇപ്പോൾ ആ മലയൊക്കെ ഇറങ്ങി വരുന്ന തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ വളരെ ദൂരെ അവരുടെ സംഘങ്ങൾ മടങ്ങി വരുന്നുണ്ട്. അവിടുത്തെ ഇന്നത്തെ തെരച്ചിൽ ഏതാണ്ട് പൂർത്തിയായി എന്ന് വേണം കരുതാൻ. അവര് താഴേക്ക് എത്തുന്നതിനനുസരിച്ച് ഇവിടെ നിന്ന് കൂടുതൽ ആളുകളെ പുഴ കടത്തുന്നുണ്ട്. ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആർമി വിഭാഗം അവർ താൽക്കാലികമായി ആ പാലം ഉയർത്തിയിട്ടുണ്ട്. അത് വളരെ പണിപ്പെട്ടാണ് അത് പാലം അവിടെ പിടിച്ചു നിർത്തുന്നത്. നല്ല ഒഴുക്കുണ്ട് ആ പുഴയിൽ. അതിനെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട്, അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ പാലം അവിടെ നിർത്തിയിരിക്കുന്നത്. അതിലൂടെയാണ് ഇപ്പോൾ ഈ ദൗത്യത്തിന് പോയ ആളുകളൊക്കെ തിരികെ കരയിലേക്ക് എത്തുന്നത്. മറ്റൊരു സംഘം അവരുടെ ജോലി അവസാനിപ്പിച്ച് കടന്നു വരുന്ന ദൃശ്യങ്ങൾ ദൂരെ നിന്ന് കാണാം. മല ഇറങ്ങി അവർ താഴേക്ക് വരികയാണ്. അവരെ വളരെ ദൂരെ നിന്ന് അവർ കടന്നു വരുന്ന ദൃശ്യങ്ങളും കാണാം. എന്തായാലും ഈ മഴ ഒരു പ്രശ്നമായിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പെയ്തത് തീവ്ര മഴയായിരുന്നു ഇവിടെ. അത് മണിക്കൂറുകൾ തുടർച്ചയായി പെയ്യുകയും ചെയ്തു. സാധാരണ ഒരു ഇടവേളയൊക്കെ എടുക്കാറുണ്ട്. ഒരു ഇടവേള ഇല്ലാതെ മഴ ഇങ്ങനെ തുടർച്ചയായി ഇവിടെ പെയ്തു എന്ന് പറയാം. അതും ഇന്നത്തെ മറ്റൊരു പ്രതിസന്ധിയായി. ഈ ആർമിയുടെ പാലം, അവരുടെ ബെയിലി പാലം നിർമ്മിക്കുന്ന ജോലിയെ പോലും ഈ പ്രതിസന്ധി ബാധിക്കുകയും ചെയ്തു. അങ്ങനെ പറയുമ്പോഴും നാളെ വൈകിട്ടോടുകൂടി ആ പാലം സജ്ജമാക്കാം എന്നാണ് കരസേന അറിയിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോൾ രക്ഷാദൗത്യത്തിന് പോയ സംഘാംഗങ്ങളെല്ലാം ഏറെക്കുറെ ഇവിടെ മടങ്ങിയെത്തിയെന്നാണ് നമ്മൾ കരുതുന്നത്. അവരെ സുരക്ഷിതരായി ഇക്കരെ കടത്തുകയാണ് ആർമി അവരുടെ താൽക്കാലിക പാലം. നേരത്തെ അതിന് മുകളിലൂടെ വെള്ളം ഒഴുകിയപ്പോഴാണ് അതിന്റെ പ്രവർത്തനം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചത്. ഇപ്പോൾ ജലനിരപ്പ് ഏറെക്കുറെ സ്റ്റേബിളാണ് കഴിഞ്ഞ ഒരു മണിക്കൂറായി. അപ്പോൾ ആ അവസരത്തിൽ കൂടുതൽ ആളുകളെ ഇക്കരയിൽ എത്തിക്കാൻ വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് അല്പസമയം കൂടി നമുക്ക് തെരച്ചിൽ നടത്താൻ കഴിയുമായിരുന്ന നില ഉണ്ടാവുമായിരുന്നു, കാലാവസ്ഥ അനുകൂലമാവുകയായിരുന്നെങ്കിൽ. പക്ഷേ അവിടെ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. പുഴയിലെ കുത്തൊഴുക്ക്, താൽക്കാലിക പാലം മുങ്ങുന്ന സാഹചര്യം, അതിനിടയിൽ മഴ അല്പം മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ, അതായത് അതിശക്തമായ രീതിയിലല്ലാതെ മഴ പെയ്യുന്ന ഈ ഒരു ഘട്ടത്തിൽ ആ ദൗത്യസംഘത്തിൽ ഉൾപ്പെട്ട ആളുകളെ മറുകരയിലേക്ക് എത്തിക്കുക എന്നുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ സൈന്യം കടന്നിരിക്കുന്നത്. പ്രേക്ഷകർക്ക് അത് തത്സമയ ദൃശ്യങ്ങളിൽ കാണാം. വലിയൊരു സംഘമാണ് മറുകരയിൽ തെരച്ചിൽ നടത്തുന്നത്. അവരെ അവിടെ നിന്ന് മറുകരയിലേക്ക് സുരക്ഷിതമായി എത്തിക്കുക എന്നുള്ള നടപടിയാണ് അവിടെ നടക്കുന്നത്.